ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഡയറക്റ്റ് പവർ ടീമിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അപ്സരയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്സരയെ നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി പ്രധാനമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ റോക്കിയും അപ്സരയും തമ്മിൽ നടന്ന ഉഗ്രമായൊരു പോരാട്ടത്തിനിടയിൽ റാസ്കൽ എന്നുള്ളൊരു പദം റോക്കിയെ സംബോധന ചെയ്യുവാൻ വേണ്ടി അപ്സര ഉപയോഗിച്ചു. ആ ഒരു വേർഡ് പറയുകയും മാത്രമല്ല അതിന് പരസ്യമായിട്ടൊരു ക്ഷമാപണം നടത്തിയില്ല. ജസ്റ്റ് റോക്കിയോടൊരു ക്ഷമ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് തെറ്റായിരുന്നു, അതിൻ്റേതായിട്ടുള്ളൊരു പണിഷ്മെൻറ്റ് എന്ന രീതിയിൽ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അങ്ങനെയാണ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പവർ ടീം അപ്സരയെ നിയോഗിച്ചത്. തുടർന്ന് ബിഗ് ബോസ് ഓപ്പൺ നോമിനേഷനാണ് ഇന്ന് കൊണ്ടുവന്നത്. ഓപ്പൺ നോമിനേഷനിൽ 9 വോട്ടുകളോടുകൂടി ജാസ്മിനാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. നോറ, റസ്മിൻ, ശ്രീതു, അർജുൻ, ഋഷി, ശരണ്യ, ജിൻഡോ, ജാൻമണി, അൻസിബ ഇത്രയും പേരാണ് ജാസ്മിനെതിരായിട്ട് പ്രധാനമായും വാദമുഖങ്ങൾ നിരത്തിക്കൊണ്ടുവന്നത്. അവർ പറഞ്ഞത് ഗബ്രിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് പ്രധാനപ്പെട്ടൊരു പ്രശ്നം. ഗബ്രിയും ജാസ്മിനും എല്ലായ്പ്പോഴും ഒന്നായിട്ടാണ്, ഇൻഡിവിജ്വലായിട്ട് കളിക്കേണ്ട ഒരു കളിയാണ് ഇവിടെ. പക്ഷേ ഇരുവരും ഒന്നായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അവർ തമ്മിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു. അവർ തമ്മിൽ തീരുമാനിച്ചിട്ടായിരിക്കും മറ്റുള്ളവർക്കെതിരായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കുക, വ്യക്തിപരമായി കളിക്കുവാൻ വേണ്ടി മുൻപോട്ട് വരിക. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പ്രേക്ഷകർ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് പ്രേക്ഷക വിധിക്ക് വേണ്ടി അവരെ വിടുവാനാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ജാസ്മിന് ജോലി ചെയ്യുവാൻ വളരെ മടിയാണ്. പല കാര്യങ്ങളും പല ആവർത്തി പറയേണ്ടതായിട്ട് വരുന്നു. അഥവാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ടാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകളാണ് ജാസ്മിനെതിരെ വന്നിരിക്കുന്നത്. എന്തായാലും 9 വോട്ടുകൾ, ഏറ്റവും കൂടുതൽ വോട്ടുമായിട്ട് ജാസ്മിൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്ത് 5 വോട്ടുകളുമായിട്ട് ഗബ്രിയാണ് വന്നിരിക്കുന്നത്. നോറ, യമുന, ശ്രീതു, ശരണ്യ, ജിൻഡോ ഇത്രയും ആൾക്കാരാണ്. ജാസ്മിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ഏറെക്കുറെയൊക്കെ ഗബ്രിയുടെ കാര്യത്തിലും അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടാം സ്ഥാനത്ത് ഗബ്രി എത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് യമുന വന്നിരിക്കുന്നു 3 വോട്ടുകളുമായിട്ട്. ഗബ്രി, ശ്രീരേഖ, അർജുൻ ഈ 3 ആൾക്കാർ യമുനയെ കുറച്ചുകൂടി ആക്റ്റീവ് ആകാനുണ്ട്. പലയിടങ്ങളിലും കൃത്യമായിട്ട് യമുന ഇടപെടുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതുകൊണ്ട് പ്രേക്ഷകരുടെ വിധിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ 3 വോട്ടുകളുമായി ശ്രീതുവും യമുനയ്ക്കൊപ്പം വന്നിരിക്കുകയാണ്. ജാസ്മിനും ഋഷിയും അൻസിബയുമാണ് ശ്രീതുവിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുൻപിൽ വെച്ച് ശ്രീതുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു. ഇൻവിസിബിൾ ആയി നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ വിസിബിൾ ആകണം, ആക്റ്റീവ് ആകണം, നിലപാടുകൾ പറയണം. ഇവിടെ നടക്കുന്ന ഓരോ ഇഷ്യൂസിലും ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ശ്രീതുവിനെ കാണുന്നത്. ആ ശ്രീതു മുൻപിലേക്ക് വരണം, ഇല്ല എങ്കിൽ പ്രേക്ഷകർ അതിനെക്കുറിച്ചുള്ള വിധി പറയണം എന്നാണ് ജാസ്മിൻ്റെയും ഋഷിയുടെയും അൻസിബയുടെയും ശ്രീതുവിനെ കുറിച്ചുള്ള നിലപാട്. തുടർന്ന് 2 വോട്ടുകളുമായി തൊട്ട് താഴെ വന്നിരിക്കുന്നത് 3 ആൾക്കാരാണ്. അൻസിബ, ഋഷി, നോറ. അൻസിബയ്ക്ക് അപ്സരയും ശ്രീരേഖയുമാണ് വോട്ട് ചെയ്തിരിക്കുന്നത്, അവരെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അൻസിബയുടെ കാര്യവും ഇത് തന്നെയാണ്. വിസിബിൾ അല്ല, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാതെ ഒഴിഞ്ഞ മൂലയിൽ പോയിരുന്നു കൊണ്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അതൊരു നല്ല നടപടിയല്ല. അതുകൊണ്ട് അൻസിബ പുറത്തു വരട്ടെ എന്നുള്ള രീതിയിലാണ് 2 ആൾക്കാർ, അപ്സരയും ശ്രീരേഖയും പറഞ്ഞത്. ഋഷിയെക്കുറിച്ചും ഏകദേശം അത് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. അപ്സരയും റസ്മിനുമാണ് ഋഷിയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഋഷിയെക്കുറിച്ച് പറയുന്നതും ഋഷി പ്രതീക്ഷിച്ചതുപോലെ ആക്റ്റീവ് ആകുന്നില്ല, മുൻപോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. 2 വോട്ടുകൾ യമുനയും ജാൻമണിയും നോറയ്ക്ക് കൊടുത്തു. എന്താണ് കാരണം? നോറ ഇമോഷണലാണ്. നിസ്സാര കാര്യങ്ങൾ മതി നോറയുടെ കണ്ണ് നിറയുവാൻ. അനാവശ്യമായിട്ട് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തെറ്റായിട്ടുള്ള ബിഹേവിയർ പലപ്പോഴും വെളിപ്പെട്ടിട്ടുണ്ട്. ഇരിക്കേണ്ട സ്ഥലത്ത് കയറി നിന്നുകൊണ്ടൊക്കെയാണ് മറുപടി പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാരണം പറഞ്ഞുകൊണ്ട് ജാൻമണിയും യമുനയും നോറയെയും നോമിനേറ്റ് ചെയ്തു. നോറയുടെ കാര്യം പറഞ്ഞത് വളരെ കൃത്യമായൊരു കാര്യം തന്നെയാണ്. കാരണം എല്ലാ ആൾക്കാരും നോമിനേഷനെ തലകുലുക്കി കരങ്ങളടിച്ച് സ്വീകരിച്ചപ്പോൾ നോറയുടെ മാത്രം കണ്ണുകൾ നിറഞ്ഞു. കാരണം നോറയെ നോമിനേറ്റ് ചെയ്തത് പോലും നോറയ്ക്ക് സഹിക്കുവാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഈ ആഴ്ചയിൽ അപ്സര, യമുന, ജാസ്മിൻ, ഗബ്രി, അൻസിബ, ഋഷി, നോറ, ശ്രീതു ഇത്രയും ആൾക്കാർ, ഈ 8 പേരാണ് ജനവിധിയെ നേരിടുവാൻ പോകുന്നത്. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇഷ്ടപ്പെടുകയും ഈ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും അപ്പോൾ തന്നെ മത്സരാർത്ഥികളുടെ പലരുടെയും നിലവാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും തീരുമാനങ്ങളും പിന്തുണയും ഒക്കെ വോട്ടിലൂടെ വ്യക്തമാക്കുക. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.